ഹായ് എവരിവൺ, ദിസ് ഇസ് ജെബിൻ സേ ഫ്രം എവിക്ക. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് എപ്പിലും സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നമ്മൾ കൂടുതലും ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. ഇതേപോലെ എല്ലാ റെഗുലർ അപ്ഡേറ്റ്സിനും കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ബിക്കോസ് റെഗുലർ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. തുടർന്ന് നിങ്ങൾക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.6 ഒരു പുതിയ ബേറ്റ വന്നിട്ടുണ്ട്. നിങ്ങളത് ബേറ്റ യൂസ് ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ബിക്കോസ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റും ഒപ്റ്റിമൈസേഷനും ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ അല്ലെങ്കിൽ iOS 18.6 ഒഫീഷ്യൽ അപ്ഡേഷൻ ജൂലൈ മാസം അവസാനം മിക്കവാറും ഉണ്ടാവേണ്ട ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ iOS 26 പബ്ലിക് ബേറ്റയും ഈ ഒരു മാസം അടുത്ത ആഴ്ചയായിരിക്കും, മിക്കവാറും സെക്കൻഡ് വീക്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയൊരു കാര്യം പറയാനുള്ളത്, മാക്ബുക്ക് യൂസേഴ്സ് അല്ലെങ്കിൽ മാക്ബുക്ക് യൂസർ ആവാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഒരു ചീപ്പായുള്ള മാക്ബുക്ക് വരുന്നുണ്ട്. ഇത് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ പോകുന്നത് ഐഫോണിൻ്റെ A18 ചിപ്സെറ്റ് ആയിരിക്കും. പക്ഷേ A18 ചിപ്സെറ്റിൽ 16 GB വരെ റാം ഇംപ്രൂവ് ചെയ്യുകയും പെർഫോമൻസിന് യാതൊരു കോംപ്രമൈസേഷനും കൊണ്ടുവരുന്നില്ല. ഈ ഒരു മാക്ബുക്കിൽ മൾട്ടിപ്പിൾ കളേഴ്സും വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. ഏറ്റവും അഫോർഡബിളായ മാക്ബുക്ക് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. കാരണം ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ കുറേയധികം മാക്ബുക്ക് യൂസേഴ്സ് ആവാനുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ആപ്പിൾ എക്കോസിസ്റ്റത്തിലേക്ക് കയറുമ്പോൾ മാക്ബുക്ക് ഒരു പ്രയോറിറ്റി വെക്കുന്ന കാര്യമാണ്. ആ ഒരു കാര്യം കൂടെ ആൾക്കാർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ മാക്ബുക്ക് 26ഉം അതോടൊപ്പം ചീപ്പറായിട്ടുള്ള മാക്ബുക്കും വന്നാണെങ്കിൽ എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയായിരിക്കും. അതോടൊപ്പം അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ആപ്പിൾ മ്യൂസിക് യൂസറാണോ എങ്കിൽ നിങ്ങൾക്ക് ഒരു 10 കൊല്ലത്തിൻ്റെ ആപ്പിൾ മ്യൂസിക് സെലിബ്രേഷനനുബന്ധിച്ച് ഒരു റീപ്ലേ, ഓൾ ടൈം റീപ്ലേ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ റീപ്ലേ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടുകളല്ലേ. ഇപ്പം ഞാൻ കേൾക്കുന്ന ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട് എന്ന് പറഞ്ഞാൽ, 1 രണത്തിലെ പാട്ട്, 2 എക്സ്പീരിയൻസ്, ലുഡ്വിക്കോയുടെ എക്സ്പീരിയൻസ്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട് സോർട്ട് ഔട്ട് ചെയ്ത് ഒരു റീപ്ലേ പോലെ ആക്കി തരും. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ആപ്പിൾ മ്യൂസിക്കിനെ തിരഞ്ഞെടുത്ത് പിടിച്ച് അത് റീപ്ലേ പോലെ ഓൾ ടൈം റീപ്ലേ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് തരും. സോ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ആപ്പിൾ മ്യൂസിക് യൂസറാണെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആപ്പിൾ മ്യൂസിക് എടുക്കാനേ ഞാൻ പറയുള്ളൂ. വർഷം 999, അതായത് 1000 രൂപയാണ് ഒരു വർഷത്തേക്ക് വരുന്നത്. പക്ഷേ ആപ്പിൾ മ്യൂസിക്കിനെ വെട്ടിക്കാനായിട്ട് ഇപ്പോൾ വേറൊരു മ്യൂസിക് പ്ലാറ്റ്ഫോം സ്ട്രീമിങ് ചെയ്യുന്നില്ല. ഹൈ ഫെഡിലിറ്റി സോങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈഫൈ ലോസ്ലെസ് ആയിക്കോട്ടെ, ഹൈറസ് ലോസസ് ആയിക്കോട്ടെ, ഡോൾബി അറ്റ്മോസ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള മ്യൂസിക് ക്വാളിറ്റി ഡെലിവർ ചെയ്യുന്ന ഒരേ ഒരു സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ വേൾഡിലുള്ളത്. ഇനി നാളത്തേക്ക് മാറുമെന്നറിയില്ല, പക്ഷേ ഇപ്പോൾ ഉള്ളത് ആപ്പിൾ മ്യൂസിക് തന്നെയാണ്. കാരണം ലോസ്ലെസ്സും എല്ലാ ഫീച്ചേഴ്സും ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക്കിലുണ്ട്. ഇനി ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിലും ആപ്പിൾ മ്യൂസിക് അവൈലബിൾ ആണ്. പക്ഷേ ആൻഡ്രോയിഡ് മ്യൂസിക്കിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്തോളം എന്താ പറയുക ആക്യുറേറ്റ് ആണ്, മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യാവുന്നതാണ്. പെർ ഇയർ 999 ഉള്ളൂ. നിങ്ങൾക്ക് എന്താണെന്ന് നോക്കാവുന്നതാണ്. നല്ലൊരു മ്യൂസിക് ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ഫേവററ്റ് ആയ മ്യൂസിക് ആപ്ലിക്കേഷനും ബാക്കി കാര്യം താഴത്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി ഒരു കാര്യം സംഭവിക്കാൻ പോവാണ്. സിറിനെ പവർ ചെയ്യാൻ പോകുന്നത് ChatGPT അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ ആണെന്ന് ഒരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ ടോപ്പ് ലീക്കിംഗ് ചെയ്യുന്ന മാർഗരമൻ തന്നെയാണ്. ആപ്പിളിൻ്റെ സ്റ്റോക്കും അതേപോലെ അവരുടെ ഇൻവെസ്റ്റേഴ്സും എല്ലാം നല്ല രീതിക്ക് പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ആപ്പിളിനെ. ആദ്യം പറഞ്ഞ ഒരു പേഴ്സണലൈസ് സിറി ഇല്ലേ, അത് കൊണ്ടുവരാൻ വേണ്ടി iOS 18 അല്ലെങ്കിൽ iOS 18 കൊണ്ടുവരും, 18.4 അത് പബ്ലിക്കലി തരും എന്ന് പറഞ്ഞ അപ്ഡേഷൻ ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ iOS 26.4 നമുക്കൊരു പുതിയ പേഴ്സണലൈസ് സിറി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ സിറി മേ ബി പവർ ചെയ്യാൻ പോകുന്നത് ChatGPT അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് Matey is an Irish thoroughbred racehorse. അയ്യോ ഒന്നും പറഞ്ഞില്ല. നത്തിങ് including the Group 1 Moitler stud stakes. നല്ല അനുസരണമുള്ള കൊച്ചാ, വിളിച്ച അപ്പ വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ChatGPT അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എന്താ പറയുക പ്രൈവറ്റ് പാർട്ടി ആയിരിക്കും ഇനി ആ ഒരു സിറിനെ പവർ ചെയ്യാൻ പോകുന്നത്, പേഴ്സണലൈസ് സിറിനെ പവർ ചെയ്യാൻ പോകുന്നത്. മേ ബി അങ്ങനെ തന്നെ തന്നെയായിരിക്കും. എൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക ചിന്താഗതി അനുസരിച്ച് എനിക്ക് വരാൻ പോകുന്നൊരു ചാൻസ് എന്ന് പറയട്ടെ, ആപ്പിളിൻ്റെ M1 ട്രാൻസിഷൻ ഇല്ല, സിലിക്കൺ ചിപ്പ്,
അത് കുറച്ചധികമായിട്ടില്ല വന്നിട്ട്, ഒരു 4-5 കൊല്ലമായിട്ടുണ്ടാവും അവൾ വന്നിട്ട്. അതിനു മുമ്പ് ആപ്പിൾ യൂസ് ചെയ്ത് ഇന്റലിലെ ചിപ്സെറ്റാണ്, അതായത് തേർഡ് പാർട്ടി ചിപ്സെറ്റാണ് ആപ്പിൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ. അതിനുശേഷം ഈ പറഞ്ഞ തേർഡ് പാർട്ടി ചിപ്സെറ്റിൽ കുറേയധികം എന്താ പറയുക കുറവുകളും അതോടൊപ്പം എന്താ പറയുക പോരായ്മകളുണ്ടായിരുന്നു. ഇതെല്ലാം ആപ്പിൾ പഠിക്കുകയും ആ പോരായ്മകൾ നികത്തിക്കൊണ്ടായിരുന്നു ആപ്പിളിൻ്റെ M1 സിലിക്കൺ ചിപ്സെറ്റ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഐഫോൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാക്ബുക്ക് M1 എയർ എന്ന് പറയുന്നത് ഇപ്പോഴും അടിപൊളിയായ ഡിവൈസാണ്, എൻ്റെ ഇപ്പോഴുള്ള ഡിവൈസാണ്. ഞാൻ അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് മാക്ബുക്ക് M1 എയറിൻ്റെ. സോ ആ ഒരു പോരായ്മയും ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ച് അതിലെ കുറവുകളൊക്കെ നികത്തിക്കൊണ്ടാണ് പുതിയ കാര്യങ്ങൾ ആപ്പിൾ ഡെവലപ്പ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് വന്നത്, ഇപ്പോൾ ChatGPT വേറെ ഏതെങ്കിലും ഒരു LLM അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനീനെ അക്വയർ ചെയ്ത് അല്ലെങ്കിൽ അത് അവരെ സപ്പോർട്ട് എടുത്ത് ഈ പറഞ്ഞ സിറിനെ ഇമ്പ്രൂവ് ചെയ്യുകയും അതിനുശേഷം അവരുടെ ഭാഗത്തുണ്ടാകുന്ന കുറേയധികം മിസ്റ്റേക്സ്, എല്ലാ കമ്പനികളും അടിപൊളിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അവർക്ക് അവരുടേതായ മിസ്റ്റേക്സ് ഉണ്ടാവും. സോ അവരുടെ മിസ്റ്റേക്സ് മാക്സിമം മനസ്സിലാക്കി പഠിക്കുകയും അത് നികത്തിക്കൊണ്ട് ആപ്പിൾ തന്നെ ആപ്പിളിൻ്റെ സ്വന്തം LLM അഥവാ ലാർജ് ലാംഗ്വേജ് മോഡൽ സിസ്റ്റം ഉണ്ടാക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. സോ അതിനുവേണ്ടി ഒരു എഡ്യൂക്കേഷൻ പേർപ്പസിനും കൂടെ വേണ്ടിയായിരിക്കും ഈ ഒരു മാറ്റം എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് നല്ല രീതിക്കുള്ള പ്രഷറും ഈ പറയുന്ന ആപ്പിളിന് പൊക്കത്തുനിന്ന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തുണ്ട്, പബ്ലിക്കിൻ്റെ കഴിയുന്നുണ്ട്. സോ അതുകൊണ്ടും കൂടെ ആയിരിക്കും ഈ 2 ഫാക്ടേഴ്സ് ആയിരിക്കും എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ വരികയാണെങ്കിൽ 2026 ഒരു 28 ഉള്ളിൽ ഈ പറഞ്ഞ അടിപൊളിയായാലെല്ലാം കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. യെസ്, ആപ്പിൾ ഈസ് സോ ഫാർ അവേ. ബിക്കോസ് ഇപ്പോൾ ഓപ്പൺ AI ആയിക്കോട്ടെ, നമ്മുടെ ഗൂഗിൾ ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ പറയുന്ന ChatGPT അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് പോലെയുള്ള അടിപൊളിയായ ചാറ്റുകളും അല്ലെങ്കിൽ AI അസിസ്റ്റുകളൊക്കെ ബിൽഡ് ചെയ്യുമ്പോഴും ആപ്പിൾ ഇപ്പോൾ പുറകിലാണ്, മുമ്പോട്ട് വരാനുണ്ട്, കുറേ കഷ്ടപ്പാടുണ്ട്. ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഇപ്പോൾ ആപ്പിൾ എന്താ പറയുക ഓപ്പൺ AIനെ ബാക്കി കമ്പനീനൊക്കെ എന്താ പറയുക കൂട്ടുവിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കപ്പിൾസിന് കുറച്ചധികം പ്രശ്നങ്ങൾ വരാൻ പോവാണ് ആപ്പിളിൻ്റെ ഫേസ് ടൈമിൽ. എന്തെന്നല്ലേ, ഇപ്പോൾ ആ ഒരു ആളല്ലേ കപ്പിൾസിൽ വാട്ടെവർ ആയിക്കോട്ടെ, ഈ പറയുന്നൊരു വ്യക്തി ഓപ്പോസിറ്റ് ഫേസ് ടൈം ചെയ്യുമ്പോൾ അവർ അൺഡ്രസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോള് ഫ്രീസ് ആവും. ഓട്ടോമാറ്റിക്കലി കോള് ഫ്രീസ് ആവും. അപ്പോൾ നമുക്കൊരു പ്രോംപ്റ്റ് വരും, ഇങ്ങനെ ഒരു വ്യക്തി അൺഡ്രസ് ചെയ്യാണ് അല്ലെങ്കിൽ ദേ ആർ ഗെറ്റിംഗ് ന്യൂഡ് ഓർ സംതിങ്. അങ്ങനെ വരുമ്പോൾ കോൾ ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ ചെയ്തിട്ട് ഈ പറയുന്ന കോള് ബാൻ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം എന്നൊരു സംഭവം വരുന്നുണ്ട്. അത് പ്രശ്നമാവാൻ പോവും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചങ്കനല്ലേ ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഈ പറയുന്ന പ്രോംപ്റ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനത്തെ ഒരു നല്ലൊരു ഫീച്ചർ വരുന്നുണ്ട്. എൻ്റെ എന്താ പറയുക അഭിപ്രായത്തിൽ ചില സമയത്ത് ഇപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിക്കലി ആണെങ്കിലും എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അൺഡ്രസ് ചെയ്യുന്നൊരു ഇത് തന്നെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് വ്യക്തി അത് കോൾ ബ്ലേഡ് ആവും അല്ലെങ്കിൽ ഫ്രീസ് ആവുകയും ചെയ്താൽ അത് നല്ല ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. അങ്ങനെ ഒരു ഫീച്ചറും iOS 26 ഫേസ് ടൈമിൽ വരുന്നുണ്ട്. സോ ഇത്രയും അധികം ന്യൂസാണ് ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇതേപോലെ അടിപൊളിയ കാര്യങ്ങൾ ഇനിയും ആപ്പിളിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇതൊക്കെ റെഗുലറായിട്ട് നിങ്ങൾക്ക് അറിയുന്നത് നമ്മുടെ ചാനൽ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാമിൽ കൂടെ, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ, ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ 3 കാര്യം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. പക്ഷേ ഈ ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ടാണ് വരാൻ പോകുന്നത്. സോ ദിസ് ഇസ് ബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.